ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ആൾക്കാർ തിങ്ക് ചെയ്യുന്ന സംഭവമുണ്ട്. എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് പറ്റില്ല എന്നുള്ളൊരു സംഭവം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിങ്ക് ചെയ്തത് സൂയിസൈഡിനെ കുറിച്ചാണ്, അത് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കേസുകൾ ഒരുപാട് കൂടി വരികയാണ്. കുട്ടികൾ ഉൾപ്പെടെ വലിയ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതിൻ്റെ കാര്യങ്ങളിലോട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സൂയിസൈഡിലോട്ട് പോകുന്നത്. സത്യത്തിൽ അത് തന്നെയാണോ അതിൻ്റെ ഒരു സൊല്യൂഷൻ? അതല്ല, നമ്മൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും, എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കൊച്ചു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യും. ഞാനെന്ന വ്യക്തി പണ്ട് ഒരുപാട് പ്രശ്നത്തിലൂടെ പോയിട്ടുണ്ട്, ഇപ്പോഴും ഒരുപാട് പ്രശ്നത്തിലൂടെ പോകുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാനൊരു മൂമെൻ്റ് എത്തിയപ്പോൾ ഞാൻ തിങ്ക് ചെയ്യുകയാണ്, എനിക്ക് എന്തിനാണ് ഇത്രയും സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ എന്തിനാണ് ക്യാരി ചെയ്യുന്നത്? എനിക്കിതിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. എനിക്കിത് ജീവിക്കണ്ട, കാരണം എനിക്കൊന്ന് അനുഭവിക്കാൻ വയ്യ എന്നുള്ള കാര്യം ഞാൻ തിങ്ക് ചെയ്ത് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്വസ്റ്റ്യനാണ്, പിന്നെ ഞാൻ അവിടെ ഉണ്ടോ? നോ, ഞാനെന്ന വ്യക്തി അവിടെ ഇല്ല, ഞാൻ പിന്നെ ഇല്ല, ഞാൻ ശൂന്യമാണ്, അല്ലേ? അങ്ങനെയല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ ഞാൻ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്നും സംഭവിക്കത്തില്ല, നമ്മളില്ല, അത്രേ ഉള്ളൂ. അതെ, നമ്മളില്ല എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലോട്ട് വന്നു, അല്ലേ? ഓരോ മനുഷ്യനും ഭൂമിയിലോട്ട് വരുന്നത് എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അയാൾ ഇവിടെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ചിലപ്പോൾ അയാൾ ചെയ്യുന്ന എന്തെങ്കിലും നല്ല കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലും അയാളുടെ ലൈഫിൽ അയാൾക്ക് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാനായിരിക്കാം. കുറേ സംഭവങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കുള്ള കേട്ടോ. ഞാൻ അയാളെക്കുറിച്ചല്ല പറയണത്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനൊരു സംഭവം വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ആ ലൈഫ് അവസാനിപ്പിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഈ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും, വേറെ ആർക്കുമല്ല. നിങ്ങൾക്ക് മാത്രം, നിങ്ങൾ വീട്ടുകാർക്കും പറയില്ല, നിങ്ങൾക്ക് മാത്രമായിരിക്കും. കുട്ടി ജനിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയൂ? ഒരു കുട്ടി ജനിക്കുന്നത്, ഇതൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് നോക്കാം വീഡിയോ. ഒരുപാട് ഈ ബീജങ്ങൾ ഇങ്ങനെ അണ്ടത്തിലോട് ചേരുമ്പോൾ ഒരുപാട് ബീജങ്ങൾ, എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ബീജങ്ങളാണ്, അത്രയും ബീജങ്ങൾ ചേരുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഉള്ള ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലേ? എക്സാമിൽ കോമ്പറ്റീഷനാണ്, അതുപോലെ തന്നെ പല കോമ്പറ്റീഷൻസ് ഉണ്ട്, അല്ലേ? സ്പോർട്സ് കോമ്പറ്റീഷനാണ്, എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇതുപോലത്തെ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ ഒരുപാട് ബീജങ്ങൾ, ലക്ഷക്കണക്കിന് ബീജങ്ങൾ ഇങ്ങനെ ആ അണ്ടത്തിൽ ആകർഷിക്കുകയാണ്, ചേരാൻ വേണ്ടി ആകർഷിക്കുകയാണ്. അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പുറം തള്ളിക്കൊണ്ട് നമ്മൾ അതിൽ കയറി പറ്റുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ, ആ കോമ്പറ്റീഷൻ നമ്മളാണ് വിജയി, അല്ലേ? നമ്മൾ അവിടെ സക്സസ് ആയി, നമ്മളവിടെ സക്സസ് ആയി, ജയിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കോമ്പറ്റീഷൻ ജയിച്ച് നമ്മളെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വളർന്ന് വന്നാൽ നമ്മൾ പിന്നെ ഒരു മൂമെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ലൈഫിൽ വന്നാൽ നമ്മളെ ലൈഫ് അങ്ങ് അവസാനിപ്പിക്കുക. എന്തായിരിക്കും അവിടെ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് നമ്മളിങ്ങനെ ഇത്ര റിസ്ക് എടുത്ത് ലൈഫിൽ നിന്ന് നമ്മളെ ലൈഫ് അവസാനിപ്പിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മളോട് ചെയ്യുന്ന അനീതി. നിങ്ങൾ വീട്ടുകാരൊക്കെ വിട്, സെൽഫായിട്ട് നമുക്ക് റെസ്പെക്റ്റ് ഇല്ലേ? സെൽഫായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ നമ്മളോട് ചെയ്യുന്നൊരു അനീതിയായിട്ട് എനിക്ക് തോന്നത്തുള്ളൂ. ഈ കാര്യമാണ് ഞാൻ ആദ്യമേ പറയുന്നത്. പിന്നെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് എടുക്കാൻ പോകുന്നത്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. പൊതുവേ എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ കൂടുതലായിട്ട് സൂയിസൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു പഠനമുണ്ട്. ഓക്കെ, അതിൻ്റെ കാരണങ്ങൾ ഞാനിങ്ങനെ പറയാം, എന്തുകൊണ്ടാണെന്നുള്ളത്. മെയിനായിട്ടുള്ളൊരു കാരണം പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ കൂട്ടുകാരുടെയും അങ്ങനെ ആ ആളായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ആരുടെയും സപ്പോർട്ടില്ല. അപ്പോൾ അത് മെൻ്റലി ഡൗൺ ആക്കുന്നു, ഈ പറഞ്ഞ ഓപ്ഷനിലോട്ട് പോകുന്നു. പിന്നെ പറയാനുള്ളത് ഡിസ്ക്രിമിനേഷനാണ്. അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും അയാൾ അകറ്റി നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, അവിടെ അകറ്റി നിർത്തുന്നു. സ്കൂൾ, കോളേജ്, പള്ളി, അമ്പലം, ചർച്ച്, അതുപോലെ തന്നെ എവിടെ ചെന്നാലും മാറ്റി നിർത്തുന്നൊരു കാറ്റഗറി ആക്കി കഴിഞ്ഞാൽ ഈ സൂയിസൈഡ് എന്ന ഓപ്ഷനിലോട്ട് പോകും. നിങ്ങൾക്കൊരു കാര്യം അറിയും, 2014 മുമ്പ് വരെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പുറത്ത് കാണാറില്ലായിരുന്നു. കാരണം എന്താ അറിയൂ? അതൊരു ലോ ബേസ്ഡ്, ഇതൊരു ക്രിമിനലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പോലീസ് കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. പഠനങ്ങളും കാര്യങ്ങളും വന്നു, ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ പഠിച്ചു. അപ്പോൾ അതനുസരിച്ചൊരു ലോ തന്നെ മാറി സംഭവത്തിൽ. 2014 ശേഷം നെൽസ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷമാണ്
എന്ത് ചെയ്തത്, ഇവരെ സത്യം നമുക്ക് കാണാൻ പോലും പറ്റിയത്. കാരണം ഇവർ പേടിച്ച് ജീവിച്ചിരുന്നു. എത്രയോ സൂയിസൈഡ് ആ സമയത്ത് നടന്നിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും ഒരു കണക്കുമില്ല. അതാണ് നമുക്ക് പറയുന്നത്. സർവേ ഒന്നും ഇല്ല ഇതിൽ. ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ കുറച്ചുണ്ട്, കണക്കില്ലാത്ത പ്രകാരമാണെങ്കിൽ ഒരുപാട് വേറെയുണ്ട്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്ക് നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഹെൽത്തിൽ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷനിലോട്ട് പോകും, സൂയിസൈഡ് എന്ന ഓപ്ഷനിലോട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസൊലേഷൻ, ഒറ്റപ്പെടൽ, മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നു. ചിലപ്പോൾ സംസാരം കൊണ്ടാവാം, പ്രവൃത്തി കൊണ്ടാവാം, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൊണ്ടും എന്ത് ചെയ്യും, ഈ സൂയിസൈഡ് എന്ന ഓപ്ഷനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി, ഞാൻ അറിയുന്ന കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ട്. എന്തൊരു ഇതെടുത്ത് നോക്കിയാലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഞാൻ കണ്ടെടുത്തോളം രോഗം ബാധിച്ച് മരിച്ചു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് മരിച്ചു എന്നല്ല ഞാൻ അതിനെ കേൾക്കുന്നത്. എല്ലാ ആത്മഹത്യയായിരിക്കും. 99% ആത്മഹത്യ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിൻ്റെ കാരണം മുഴുവനും ഇതുപോലത്തെ ഇഷ്യൂസാണ്. അതായത് ഇവർ വന്നിട്ടുള്ള വഴി ഒരുപാട് സ്ട്രഗിൾസ്, അതുപോലെ തന്നെ ഇവർ അനുഭവിക്കുന്ന ഡിപ്രഷൻ, ആൻസൈറ്റി, പ്രോബ്ലംസ്, ഒരുപാട് കാര്യങ്ങളുണ്ടാണ്. ഇപ്പോൾ 2021 അനന്യ മരിച്ചത്. റേഡിയോ ജോക്കി ആയിരുന്നു ആൾ. റേഡിയോ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയായിരുന്നു, ആക്ടിവിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരി മരിച്ചത് 2021 ആത്മഹത്യയായിരുന്നു. അതുപോലെ 2023 ആര് മരിച്ചു, പ്രവീൺനാഥ് മരിച്ചു. അപ്പോൾ ഈ അനന്യം മരിക്കാനുള്ള കാരണം പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട്. ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂയിസൈഡ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ അത് പരിഹരിക്കാൻ നോക്കുമോ എന്നുള്ള കാര്യമാണ്. രണ്ടും സംഭവിക്കാം. ഹെൽത്ത് ഇഷ്യൂസ് വന്നെന്നാണ് പറയുന്നത്. ഓക്കെ, അതല്ല ഹെൽത്ത് ഇഷ്യൂ, അതിന് ഒരുപാട് ബാക്കിൽ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അത് ഡീറ്റെയിലായിട്ട് ആ കേസ് പഠിച്ചാലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ പ്രവീൺനാഥ് അനുഭവിച്ചിട്ടുള്ള ഇഷ്യൂ സൈബർ ബുള്ളിങ്, അതുപോലെ തന്നെ പാർട്ട്ണറിൽ നിന്ന് നേരിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ സംഭവങ്ങളായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് സൂയിസൈഡിലോട്ട് പോയത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി നിന്നുകൊണ്ട് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ തന്നെ ചിലപ്പം, എല്ലാവരും ഞാൻ പറയത്തില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, കാരണം നമ്മളെ വീട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മളെ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മളെ ബന്ധമുള്ള ആളുകളും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻ കമ്മ്യൂണിറ്റി ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഓപ്ഷൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി നിൽക്കുമ്പോൾ തന്നെ ഈ കമ്മ്യൂണിറ്റി നിൽക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സപ്പോർട്ട് ചെയ്താൽ തന്നെ ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മൾ ആകെ ഡൗൺ ആയി പോകും. ആ സിറ്റുവേഷൻ വന്നാലും ഈ സൂയിസൈഡ് ഓപ്ഷനിലോട്ട് പോകും ആൾക്കാർ. ഉണ്ടായിട്ടുണ്ട് കേസുകൾ. ഈ ഒരുപാട് ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയുന്ന എൻ്റെ ഒരു ട്രാൻസ്മെൻ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പാർട്ട്ണർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. 2022 ഈ സംഭവം നടക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരുപാട് സൂയിസൈഡ്. ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു അറിയുന്ന ഒരു ഫ്രണ്ട് എബി സൂയിസൈഡ് ചെയ്തു. ഡിപ്രഷനായിരുന്നു, ഹെവി ഡിപ്രഷനായിരുന്നു. എന്താ പറയുക, വെള്ളമടി കാര്യങ്ങളൊക്കെ ആയി ഡിപ്രഷനായി, ആകെ പ്രശ്നമായി. പിന്നെ ഒരുപാട് ആൾക്കാർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിൽ നമ്മളെടുത്ത് നോക്കിയാൽ 1-2 സൂയിസൈഡ് കേസ് എപ്പോഴും കാണാം. അപ്പോൾ ഇതിന് മുമ്പും ഉണ്ട് കേട്ടോ. മുമ്പ് ഒരു ട്രാൻസ്മെൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എബി ട്രാൻസ്മെൻ ആണ്. അതുപോലെ തന്നെ ആ ട്രാൻസ്മെൻ ഇതുപോലെ സൂയിസൈഡ് ചെയ്തു. അത് വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെയും കുറച്ച് പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഈ സൂയിസൈഡ് കേസുകൾ ഇങ്ങനെ എണ്ണി പറയാൻ ഒരുപാട് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ കാര്യമായിട്ട് പറയണത്. അപ്പോൾ ഈ കുറേ റീസൺസ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് കാരണങ്ങൾ, സൂയിസൈഡുള്ള കാരണങ്ങൾ. നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. നിങ്ങളോടാണ് ചോദ്യം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ അപ്പുറം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ. ഓക്കെ, ഇതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, കാരണം ഈ ആത്മഹത്യ എന്നൊരു ഓപ്ഷൻ അവസാനത്തെ ഓപ്ഷനാണ്. നിങ്ങൾ കുറേ ഓപ്ഷൻസ് എടുത്ത് നിങ്ങൾ നോട്ട് ചെയ്യുക. ടേക്ക് എ പെൻ ആൻഡ് റൈറ്റ് ഡൗൺ 1 2 3 4 5 എക്സെട്ര. നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിൽ നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും നിങ്ങൾ റൈറ്റ് ചെയ്യുക. ഏറ്റവും അവസാനം സൂയിസൈഡ് കൊടുക്കുക. ടിക്ക് ദ ഫസ്റ്റ് വൺ. നമ്മൾ ഈ പറഞ്ഞ സൊല്യൂഷൻ ആപ്റ്റ് ആവുമോ നോക്കുക. ട്രൈ ഇറ്റ്. ഫെയിലായ രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, സൂയിസൈഡ് എന്ന ഓപ്ഷൻ അവസാനമേ കൊടുക്കാൻ പാടുള്ളൂ. അവസാനം ആ ഓപ്ഷനിലോട്ട് നമ്മൾ എത്തിപ്പെടാതിരിക്കാനാണ് ഞാൻ ഇത്രയും സംഭവങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇതൊരു സൈക്കോളജിക്കൽ മെത്തേഡാണ് കേട്ടോ. ഞാൻ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല, ബട്ട് ഇറ്റ്സ് എ സ്മോൾ മെത്തേഡ്. കാരണം എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്താ അറിയോ, മോള് നേരെ സൂയിസൈഡിലോട്ട് പോവുക. അത് വെച്ചാൽ എന്തൊരു പ്രശ്നം വന്നോ നേരെ തിങ്ക് ചെയ്ത് സൂയിസൈഡാണ്. കാലെടുക്കുക, തൂങ്ങുക, അല്ലെങ്കിൽ വിഷം, അല്ലെങ്കിൽ കൈ നേരം മുറിക്കുക. ഈ ഓപ്ഷൻ 2-3 ഓപ്ഷൻസ് ആൾക്കാർക്ക് അറിയുള്ളൂ. ഈ 3 ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഈ 3 ഓപ്ഷൻ അധികം ചെയ്യുക. ഒന്നെങ്കിൽ കയറ്, അല്ലെങ്കിൽ വിഷം, അല്ലെങ്കിൽ ഞരമ്പ് മുറിക്കുക. അപ്പോൾ ഈ 3 പരിപാടി ആൾക്കാർ എന്ത് പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് ഇങ്ങനെ പറ്റില്ല അല്ലേ. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ഇഷ്യൂസ് പലതും ഉണ്ടാവും.
ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നേരിടുന്ന ഇഷ്യൂസ് ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ ഇഷ്യൂസ് മാത്രമല്ല കേട്ടോ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ ലവ് ഫെയിലിയേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇതൊക്കെ കാരണങ്ങളാണ്, ഇതൊക്കെ തന്നെ ഒരു കാരണമാണ്. ഓക്കെ, അല്ലാതെ ഈ ഐസൊലേഷൻ കാര്യമൊന്നുമല്ല. ഈ പ്രണയം, നൈരാശ്യം, പ്രണയത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ പ്രശ്നങ്ങൾ, കല്യാണം കഴിച്ചുള്ള പ്രശ്നങ്ങൾ, പിന്നെന്താ പൈസയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നേരെ തിങ്ക് ചെയ്യുന്ന ഓപ്ഷൻ അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു മെത്തേഡാണ്, 1 മുതൽ 10 വരെ നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്ത് എഴുതി വെക്കുക, ഓപ്ഷൻസ് സൊല്യൂഷൻസും കൊടുക്കുക. ഏറ്റവും അവസാനം സൂയിസൈഡ് കൊടുക്കാൻ പാടുള്ളൂ. സൈക്കോളജിക്കൽ മെത്തേഡാണ് ഞാൻ പറഞ്ഞ പോലെ. ഒന്ന് ട്രൈ ചെയ്യുക ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് ഈ 10 എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് വർക്കാകുമോ, ഓരോന്നും നമ്മൾ വർക്കാക്കാൻ നോക്കുക. വർക്കാകുമെന്ന് ഞാൻ 100% നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇത് വർക്കായിരിക്കും. ചെയ്യാൻ തോന്നണമെങ്കിൽ എന്തൊരു സംഭവം കൂടെ വേണം. നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു സാധനം എന്താ പറയുക, മെൻ്റൽ പവറാണ്. പവർ ടു ഓവർകം സംഭവം. നമ്മൾ നല്ലപോലെ മെൻ്റലി പവറുള്ള ഒരാളായിരിക്കണം. അത് നമ്മളെ ബിൽഡ് ചെയ്തെടുക്കണം. അതെങ്ങനെ എടുക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡെയിലി രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ ഫേസ് നോക്കണം. നിങ്ങൾ തന്നെ നിങ്ങളോട് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന കാര്യം നിങ്ങൾ തന്നെ പറയണം. നിങ്ങളെ സ്നേഹിച്ചാലാ ഇത് നടക്കത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വേറെ ആരും സ്നേഹിച്ചാൽ നടക്കാൻ പോകുന്ന കേസല്ല, നിങ്ങളെ വീട്ടുകാരെ സ്നേഹിച്ച് നടക്കാൻ പോകുന്ന കേസല്ല. നിങ്ങളെ സ്നേഹിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മളെ സ്നേഹിച്ചാലേ ഇത് നടക്കുള്ളൂ എന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം വേണ്ട സാധനം. നമ്മളെ സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സൊല്യൂഷൻ. അപ്പോൾ അത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. നമ്മൾ കുറേ ആൾക്കാർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്, സൈക്കാട്രി അടുത്ത്, ഇങ്ങനെ സൂയിസൈഡ് ഒക്കെ വരുമ്പോൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും. അവിടെ നമ്മളെന്താ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രി അടുത്തോ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൗൺസിലിംഗ് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഇതിന് പോകുന്നില്ലാത്തൊരു വ്യക്തി വേണ്ട, എനിക്കിതിന് പോകാൻ താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡാണ് നമ്മൾ സ്നേഹിക്കുന്ന സംഭവം. നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സൈഡായിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ. നമ്മളെ തിരിച്ചറിയുക, നമ്മളെ തന്നെ കെയർ ചെയ്യുക, നമ്മളെ ഇഷ്ടപ്പെടുക. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യത്തില്ല, സൂയിസൈഡ് എന്ന ഓപ്ഷൻ. നമ്മൾ ജീവിതം അവസാനിപ്പിക്കില്ല. പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിചാരിക്കണം, നമ്മൾ എഫേർട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രമല്ല. എല്ലാ ലോകത്തുള്ള ഒരു മനുഷ്യന് കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മരണം വരെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതിപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഏത് കുട്ടി എടുത്താലും ഏത് ആളെടുത്താലും അങ്ങനെയാണ്. പ്രശ്നമില്ലാത്ത മനുഷ്യ ലോകത്തില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ച് വന്നിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഈ ജീവിക്കാതെ വേണം തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, റിസ്ക് ഫാക്ടറാണ്. മരിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് മരിക്കാൻ, ഇപ്പോൾ എനിക്ക് മരിക്കാൻ 1 മിനിറ്റ് മതി, ജീവിക്കാൻ 1 മിനിറ്റ് പോരാ. ഓക്കെ, അതാണ്. അപ്പോൾ ജീവിച്ച് കാണിക്കുമ്പോഴാണ് അതൊരു വിജയമായിട്ട് മാറുന്നത്. ഇറ്റ്സ് എ വിക്ടറി. അല്ലാതെ നമ്മൾ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുക, ഇറ്റ്സ് നോട്ട് എ വിക്ടറി. സൂയിസൈഡ് ചെയ്ത ആൾക്കാരൊക്കെ എന്താ പറയുക, ജീവിതം ഇത് ജയിച്ച ആൾക്കാരല്ല എന്നേ ഞാൻ പറയുള്ളൂ. അവർ ജീവിതത്തെ ജീവിതം വേണ്ട, ഈ ജീവിതം അവരെ സ്നേഹിക്കാത്ത ആൾക്കാർ സൂയിസൈഡ് ചെയ്യത്തുള്ളൂ. അത് വേറെ കാര്യം. സ്വന്തമായിട്ട് സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർ സൂയിസൈഡ് ചെയ്യത്തുള്ളൂ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സ്നേഹിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. നിങ്ങൾ വേറെ ആരെയും സ്നേഹിക്കേണ്ടെന്നല്ല പറയണം. ആദ്യം നിങ്ങളോടുള്ള സ്നേഹം കാണിക്കുക. ഇപ്പോൾ സപ്പോസ് ലവ് ഫെയിലിയറിന് ഒരാൾ ആത്മഹത്യ എന്ന് വിചാരിക്കും. ലവ് ഫെയിലിയറൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ലവ് ഫെയിലിയർ അല്ലേ. ഞാൻ ഒരു കുട്ടി എന്നെ തേച്ചിട്ട് പോയി ഞാൻ ആത്മഹത്യ ചെയ്യാം. ഞാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് അവിടെ. ഞാൻ സ്നേഹിച്ചത് അവളെയാണ് അല്ലെ അവരെയാണ് അല്ലേ. അതല്ല വേണ്ടത്. അത് നമ്മളെ സ്നേഹിക്കുക. പോണേ പോട്ട്, ദാറ്റ്സ് ഇറ്റ്. അതിപ്പോൾ ഈ കേസല്ല, എന്ത് കേസാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ പൊതുവേ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കേസ് മാത്രമല്ല കേട്ടോ, പൊതുവെയുള്ള ആൾക്കാരുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് അവർക്കുള്ള മെസ്സേജാണ്. പൊതുവേ ഞാൻ പൊതുവെയുള്ളൊരു കാര്യം പറയുകയാണ്. അതായത് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് പറയില്ല. പക്ഷേ ഞാനൊരു കമ്മ്യൂണിറ്റി വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെ ആളുകൾ എണ്ണം കൂടി വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം. ഇത് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ നമ്മളൊരു കാറ്റഗറി മാത്രമല്ല. നമ്മളെ ലൈഫിൽ നമ്മൾ വാശിയോട് കൂടി ജീവിക്കുക. വാശി ആരോട് വേണം? നമുക്ക് ജീവിച്ച് കാണിക്കണം, എനിക്ക് ജയിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ വേണ്ട ഒരു മെയിൻ കാര്യം സെൽഫ് ലവ് ആണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ തന്നെ ഒരു ലൈനിൽ എത്തിപ്പെടണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. നിങ്ങളെ ലൈഫ് വേസ്റ്റാണ് ഞാൻ പറയത്തുള്ളൂ. ഈ ലൈഫിൽ എല്ലാ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയ ആൾക്കാരുണ്ട്, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്. ചിലപ്പോൾ അവർക്കൊരു ഫാമിലി ഉണ്ടാവണമെന്നില്ല. പല രീതിയിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പല അവർക്കൊന്നും ഫാമിലി ഇല്ല, അവർ കല്യാണം കഴിച്ചിട്ടില്ല, മക്കളിലൊന്നുമില്ല. പക്ഷെ അവരുടെ ലൈഫ് സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് എന്ന സംഭവം ഒന്നില്ലെങ്കിൽ വേറെ ഒന്നിൽ വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാം കിട്ടി സക്സസ് ആവണമെന്ന് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. ഒന്നില്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഒരു കാര്യം ഉണ്ടാവും, അത് നിങ്ങൾ സക്സസ് ആയിരിക്കും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാം ഫെയിലിയർ, ചില ആൾക്കാർ പറയുമോ എനിക്ക് എല്ലാം നഷ്ടമാണ്, എനിക്ക് ഒരു സംഭവമില്ല, ലൈഫേ വേസ്റ്റാണ്, എനിക്ക് ഒന്നുമില്ല, എനിക്ക് എന്ത് നോക്കിയാലും, അങ്ങനെയല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കി. നമ്മൾ എത്രയോ ആൾക്കാരെടുത്ത് നോക്കി കഴിഞ്ഞാൽ കൈയില്ല, കാലില്ല, കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. റോട്ടിൽ പോയി കഴിഞ്ഞാൽ ഭിക്ഷക്കാരില്ലേ, കൈയില്ല, കാലില്ല, അല്ലേ? ഒരുപാട് ആൾക്കാർ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കാണും, അല്ലേ? അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്ര പേഷ്യൻസ് ഉണ്ട്, കിഡ്നി പോയതും ക്യാൻസർ വന്നതും ഹാർട്ടിന് പ്രശ്നമുള്ളതും ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മൾ എത്ര ഭാഗ്യന്മാരാണ്. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും എത്ര ആൾക്കാരുണ്ട് ഈ സൂയിസൈഡ് ചെയ്ത് പോയത്, ഒരു 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 കാര്യമില്ലാതെ ലൈഫ് അവസാനിപ്പിച്ച ആൾക്കാരുണ്ട്. ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, അത്രയും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആൾക്കാരാണ്. ഈ അസുഖം വന്ന ആൾക്കാർക്ക് അവർ ലൈഫിലോട്ട് തിരിച്ചു വരാൻ അത്രയും അവർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഈ ഭിക്ഷക്കാരാണെങ്കിലും. ഇങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ കാണുക, നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആളുകളെ കാണുക, കണ്ണുകൊണ്ട് എല്ലാവരും കാണുക. എന്നിട്ട് നമ്മൾ റിയലൈസ് ചെയ്യണം നമ്മൾ എത്ര ഭാഗ്യവന്മാരാണെന്നുള്ളത്. നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുക, ലൈഫ് അവസാനിപ്പിക്കുക സംഭവം നമ്മുടെ അടുത്ത് ചിന്തിക്കുമ്പോൾ ആലോചിക്കേണ്ട കേസാണ്. എന്ത് ഡിപ്രഷൻ ആയിക്കോട്ടെ, എന്ത് കേസായിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ പ്രാക്ടിക്കലായി തിങ്ക് ചെയ്യുക, നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ള കാര്യം. കൂടുതലൊന്നും സംസാരിക്കാനല്ല. കമ്മ്യൂണിറ്റി ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, ഈ 2 കാര്യം ചെയ്യുക. പിന്നെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ബിലീവ്, ഈ 3 കാര്യങ്ങൾ ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.